അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലം ഈ ഭവനത്തിൻ്റെ സമർപ്പണ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഇവിടെയായിരിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർക്കും ദൈവമക്കൾക്കും ഈ ശുശ്രൂഷയുടെ ചെയർമാനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഭവനം സമർപ്പിച്ച് പ്രാർത്ഥിച്ച കർത്താവിൻ്റെ ദാസന്മാർ എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനത്തെ ചൊല്ലുന്ന ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ദൈവസന്നിധാനത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കുടുംബമായി വളരെ സന്തോഷത്തോടാണ് നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 2 ദിവസം മുമ്പേ ഞങ്ങളിവിടെ ഈ ഭവനത്തിൻ്റെ ഈ ശുശ്രൂഷയെ സംബന്ധിക്കാൻ വേണ്ടി ഇവിടെ കടന്നു വരുവാനായിട്ടിടയായി തീർന്നു. പ്രത്യേകിച്ച് പ്രിയ അനിൽ കോശി പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഏറിയ നാളത്തെ ആത്മബന്ധങ്ങൾ ഒരുമിച്ച് സഹകരിപ്പാനൊക്കെയുള്ള ഭാഗ്യം പലപ്പോഴും കർത്താവ് തന്നിട്ടുണ്ട്. ഞങ്ങളുടെ സഭയിൽ നിന്ന് പ്രിയ ജോൺ പാസ്റ്റർ കടന്നു വരുവാനായിട്ടിടയായി തീർന്നല്ലോ. കർത്താവിൽ അവരെ സഹായിക്കട്ടെ. പ്രിയ എൽജോ പാടിയതുപോലെ ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്നല്ലാതെ മറ്റൊന്നും ഇതിൻ്റെ പുറകിൽ പറവാനായിട്ടില്ല. ഒരുപാട് ദൈവമക്കളുടെ ഒക്കെ പ്രാർത്ഥനകളും ഒരുപാട് സഹകരണങ്ങളും ഒരുപാട് സപ്പോർട്ടും ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രത്തോളം ഈ ക്രമീകരണത്തെ പൂർത്തീകരണത്തിലേക്ക് വരുവാനായിട്ട് കർത്താവ് സഹായിച്ചത്. പ്രൈസ് ദി ലോർഡ്. പ്രിയ എൽജോയും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇവിടെ എല്ലാവരും ദൈവദാസന്മാർ പലരും ഷെയർ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് തുടർന്ന് പിന്നെയും അത് തന്നെ കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളൊരു ജ്യേഷ്ഠൻ അനിയനേക്കാൾ വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളെ പോലെ, സ്നേഹിതരെ പോലെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഷെയർ ചെയ്യുകയും തുറന്ന് സംസാരിക്കുകയും പരസ്പരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്ന ഒരു സമയമാണ്. അതോടുള്ള ബന്ധത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ അഡ്വൈസ് കൊടുക്കുവാനും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ ഞങ്ങൾ ഈ കുടുംബമായി സർവശക്തനായ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ വാവ, എനിക്ക് തോന്നുന്നു ഞാൻ ഷെറിനെ കല്യാണം കഴിക്കുമ്പോൾ 9ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. പഠിക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഞാൻ പ്രിയ ഷെറിനെ വിവാഹം കഴിക്കുവാനായിട്ടിടയായിത്തീർന്നത്. അന്ന് മുതൽ ആ ഭവനത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും ശക്തമായി നിൽക്കുവാൻ, സപ്പോർട്ട് ചെയ്യുവാൻ, കാര്യങ്ങളെല്ലാം സഹകരിക്കുവാനൊക്കെയുള്ള വലിയ ഭാഗ്യം കർത്താവ് തന്നു. അതിനകത്ത് ഞങ്ങൾക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം ഞങ്ങളുടെ പ്രിയ പിതാവ് ചില വർഷം മുമ്പ് നിത്യതയിൽ ചേർക്കപ്പെട്ടു. പ്രിയ പിതാവിന് ഈ ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളൊന്നും കാണുവാനുള്ള സാവകാശം ലഭിച്ചില്ല. എങ്കിലും നിത്യതയിൽ പ്രിയ പിതാവ് വിശ്രമിക്കുന്നല്ലോ. കർത്താവിൽ അവരെ സഹായിക്കട്ടെ എന്ന് ദൈവസന്നിധാനത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം മാത്രം ദൈവസന്നിധിയിൽ വായിച്ച് ദൈവസന്നിധാനത്തിൽ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉത്തമഗീതം 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: നമ്മുടെ വീടിന്റെ ഉത്തരം ദേവദാരുവും കഴുക്കോൽ സരളവിഷ്ണവും ആകുന്നു. നമ്മുടെ വീടിന്റെ ഉത്തരം ദേവദാരുവും കഴുക്കോൽ സരളവൃക്ഷവുമാകുന്നു. നമുക്കറിയാം, ഈ ദേവദാരുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ ഉയർന്ന പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശങ്ങളിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു വൃക്ഷമാണ് ദേവദാരു എന്ന് പറയുന്നത്. എത്ര വലിയ ശക്തമായ കാറ്റുകളും പ്രതിസന്ധികളൊക്കെ വന്നാലും ഇത് തകർന്നു പോകാതെ തല ഉയർത്തി തന്നെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. പലപ്പോഴും ദൈവവചനം നാം ശക്തമായി പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ദേവദാരു യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് നിഴലായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുകയാണ്. എൽജോയ്ക്കും കുടുംബത്തിനും ഈ ഭവനം സ്വർഗത്തിലെ ദൈവം ദാനമായി തന്നിവിടെ പാർക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച്, യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രിയ എൽജോയും കുടുംബം ഈ ഭവനത്തിനകത്തളത്ത് മാത്രം അറിയുവാനല്ല ദൈവം ഈ ദേശത്താക്കി പ്രത്യുത ഈ ദേശം മുഴുവനും ഈ ഭവനം നിമിത്തമായി യേശു ക്രിസ്തുവിനെ അറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു സരളവൃക്ഷം. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാരുടെ അതേ ശവകുടീരങ്ങളിൽ, അതേ സെമിത്തേരികളിൽ പലപ്പോഴും കാണുന്ന ഒരു വൃക്ഷമാണ് സരളവൃക്ഷം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ മരണത്തെ അത് നിഴലായിട്ട് നിൽക്കുന്ന ഒരു വൃക്ഷമാണെന്ന് പണ്ഡിതന്മാർ ഇതിനെപ്പറ്റി അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിന് നിഴലായിട്ട് ഈ വൃക്ഷങ്ങൾ നിൽക്കുമ്പോൾ ഈ ഭവനവും അതുപോലെ കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കുവാൻ, ഈ ഭവനം അനേകരെ തണുപ്പിക്കുന്ന, അനേകരെ രക്ഷയിലേക്ക് നയിക്കുന്ന, അനേകരെ യേശു ക്രിസ്തുവിനെ അറിവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന ഒരു ഭവനമായി തീരട്ടെ എന്ന് ദൈവസന്നിധാനത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നാം വായിച്ചത് നോക്കിക്കേ, അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വീടിന്റെ ഉത്തരം ദേവദാരു കഴുക്കോൽ സരളവൃക്ഷവും. അപ്പോൾ ഈ ഉത്തരത്തോട് ബന്ധപ്പെട്ടാണ് ഈ കഴുക്കോലുകളെല്ലാം ആയിരിക്കുന്നത്. യേശു ക്രിസ്തുവാകുന്ന ഉത്തരത്തോട് ബന്ധപ്പെട്ട് യോജിക്കപ്പെട്ടവരായി ഈ ഭവനത്തിലുള്ള കഴുക്കോലുകളായിരിക്കുന്ന പ്രിയ എൽജോയും കുടുംബവും ആയിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വളരെ ശക്തമായ പ്രവൃത്തി ഭവനത്തിനകത്തളത്ത് വെളിപ്പെടുവാനായിട്ടിടയായിത്തീരുന്നത്. നോക്കിക്കേ, ഇന്ന് പല ഭവനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്
പറയുന്നത് ഉത്തരവുമായി ഒരു ബന്ധവുമില്ലാതെ മാറി നിൽക്കുന്ന കഴുക്കോലുകളാ. എന്നാൽ ഈ ഭവനം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ദാനമായി തന്നപ്പോൾ ഉത്തരമായിരിക്കുന്ന യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന കഴുക്കോലുകളായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. സ്വർഗത്തിലെ എല്ലാ ആത്മിക നന്മകളാലും ഭൂമിയിലെ എല്ലാ ഭൗതിക അനുഗ്രഹങ്ങളാലും സ്വർഗം നിറയ്ക്കട്ടെ. എന്റെ കുടുംബത്തിന്റെയും ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ IPC ഹെബ്രോൻ മഞ്ഞനിക്കര സഭയുടെയും അതോടൊപ്പം തന്നെ എന്റെ മാതാവും പിതാവും വളരെ ശാരീരികമായ ക്ഷീണത്താൽ വിശ്രമിക്കുന്നു. അവർക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെയും അതുപോലെ എന്റെ മൂത്ത സഹോദരി കുടുംബമായി പ്രിയ ജോയെ വിളിക്കുവാനായിട്ടിടയായി തീർന്നു USA നിന്ന്. അവരുടെയും രണ്ടാമത്തെ പെങ്ങൾ കുടുംബമായി ബോംബെയിലായിരിക്കുന്നു. അവരുടെയും ജ്യേഷ്ഠൻ കുടുംബമായി മസ്കറിലായിരിക്കുന്നു. അവരുടെ ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഈ കുടുംബത്തിന് നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.